ഒരു പാചകവാതക സിലിണ്ടർ വാങ്ങിയ ആ ദിവസം മുതൽ 45 ദിവസം കഴിഞ്ഞിട്ടേ ഇനി പുതിയ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ബാധകമാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ ഗാർഹിക പാചകവാതക ബുക്കിങ്ങിനുള്ള ഇടവേള 45 ദിവസമാക്കി കേന്ദ്ര സർക്കാർ ഉയർത്തി. അതേസമയം പരിഭ്രാന്തി ഒന്നും വേണ്ടെന്നും അനാവശ്യ ബുക്കിംഗ് നടത്തരുത് എന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. അതിനിടെ സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി ലൈബീരിയൻ കപ്പൽ മുംബൈ തീരത്ത് എത്തി. ആന്റണി ജിസ്റ്റോർജ് 45 ദിവസമാക്കി കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ ഗാർഹിക പാചകവാതക ബുക്കിങ്ങിനുള്ള ഇടവേള വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അല്ലെങ്കിൽ പാചകവാതക ലഭ്യത വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗാർഹിക സിലിണ്ടറുകളുടെ കൂടി കാര്യത്തിൽ വലിയൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആളുകൾ ഒത്തിരി സ്റ്റോക്ക് ചെയ്യുന്നതും ഈ കരിഞ്ചന്തയിലേക്ക് അടക്കം പോകുന്നതുമൊക്കെ തടയുന്നതിന്റെ ഭാഗമായി ഇനിയൊരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഈ ഇടവേള നീട്ടാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്യാസിനെ കൂടുതൽ ആശ്രയിക്കുന്ന ഗ്രാമീണ മേഖലകളിലാണ് 45 ദിവസമായി അത് ഉയർത്തിയിരിക്കുകയാണ്. അതായത് ഇന്ന് ഗ്യാസ് ബുക്ക് ചെയ്താൽ ഇനി 45 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ബുക്കിംഗ് നടത്താൻ വേണ്ടി ഉപഭോക്താവിന് കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ നടത്തിയാൽ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കും. പക്ഷേ ഇന്ന് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ ഇനി 45 ദിവസത്തിന് ശേഷം മാത്രമേ ഗ്രാമീണ മേഖലകളിൽ സാധിക്കൂ. അതേസമയം നഗരമേഖലകളിൽ 25 ദിവസത്തിനുള്ളിൽ ബുക്കിംഗ് നടത്താം എന്നുള്ള സ്ഥിതി തുടരുകയും ചെയ്യും. നേരത്തെ ഇന്നലെ വരെ 25 ദിവസമായിരുന്നു ഈ ബുക്കിങ്ങിൻ്റെ ഇടവേള. അത് നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ ഒരേ ഇടവേള തന്നെയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ മുന്നോട്ട് പോകും തോറും ഒരു വലിയ പ്രതിസന്ധി വരാനുള്ളൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ആളുകൾ ഈ ഗ്യാസ് സിലിണ്ടറുകൾ ശേഖരിച്ച് വെച്ച് അത് കരിഞ്ചന്തയിലേക്കൊക്കെ കൊടുക്കാനുള്ളൊരു സാധ്യത കൂടി കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇടവേള വർദ്ധിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള ആശങ്ക വേണ്ട, പരിഭ്രാന്തി വേണ്ട എന്നുള്ളതാണ്. ഗാർഹിക സിലിണ്ടറുകൾ ആവശ്യത്തിനുണ്ട്. പ്രത്യേകിച്ച് റിഫൈനറികളിൽ BPCL അതുപോലെ തന്നെ അടക്കമുള്ള എല്ലാ റിഫൈനറികളിലും ഈ LPG അല്ലെങ്കിൽ പാചകവാതക ഉൽപ്പാദനം കൂട്ടാനായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 28% വർധനവാണ് ഈ പാചകവാതക ഉൽപ്പാദനത്തിൽ, പ്രത്യേകിച്ച് ഗാർഹിക സിലിണ്ടറുകളുടെ ഉൽപ്പാദനത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഉൽപ്പന്നങ്ങളുടെ ഒക്കെ പ്രൊഡക്ഷൻ നിർത്തിവെച്ച് പൂർണ്ണമായും LPGയിലേക്ക് മാറാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗാർഹിക സിലിണ്ടറുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ആശങ്കയും വേണ്ട. വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. അനാവശ്യമായി ബുക്കിങ്ങുകൾ നടത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കൃത്യമായി തന്നെ ഈ സിലിണ്ടറുകൾ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പരിഭ്രാന്തി എന്ന് പറയുന്നത് ചില സംശയങ്ങൾ കൊണ്ടാണ്. അത് വേണ്ട എന്നുള്ളത് ആവർത്തിച്ച് തന്നെ കേന്ദ്ര സർക്കാർ പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിനിടെ ആശ്വാസമായി ഒരു കപ്പൽ, നമുക്ക് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾക്ക് മുന്നോട്ട് വരാനുള്ളൊരു പ്രതിസന്ധി ഇറാൻ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇറാൻ 2 കപ്പലുകൾക്ക് അനുമതി നൽകിയിരുന്നു ഇന്ത്യയിലേക്ക് കടന്നു വരാനായി. കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇറാനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു അനുമതി കേന്ദ്ര സർക്കാർ നൽകിയത് ഇറാൻ. ഏതായാലും ആദ്യ കപ്പൽ ഷെൻലോങ് ലൈബീരിയൻ പതാക വഹിക്കുന്ന കപ്പലാണത്. അത് ക്രൂഡ് ഓയിലുമായി ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുംബൈ തുറമുഖത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. ഇനിയൊരു കപ്പൽ കൂടി വരാനുണ്ട്. അങ്ങനെ 2 കപ്പലുകൾ കൂടി എത്തുന്നുണ്ട്. നേരത്തെ കേന്ദ്ര പെട്രോളിയം മന്ത്രി വ്യക്തമാക്കിയിരുന്നു ക്രൂഡ് ഓയിലിൻ്റെ ശേഖരം ആവശ്യത്തിൽ തന്നെയുണ്ട്. ആവശ്യത്തിനധികം എണ്ണ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു സാഹചര്യം നിലവിലില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ വരുമ്പോഴും ഈ
ഈ വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ കടുത്ത നിയന്ത്രണം വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതും പ്രവർത്തനം ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിഭവങ്ങളുടെ എണ്ണം കുറച്ചിരുന്നു. ഇന്ന് പക്ഷേ പല ഹോട്ടലുകളും ഉച്ചയ്ക്ക് ശേഷം അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലേക്കടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ ഈ ഹോട്ടലുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. കാരണം പലർക്കും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 3ഉം 4ഉം സിലിണ്ടറുകളൊക്കെ ആവശ്യമാണ്. അതുപോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ചിലർക്ക് വിറകുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഹോട്ടലുകളുടെ പ്രവർത്തനം വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഈ കാറ്ററിംഗ് യൂണിറ്റുകൾ അവയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതൊരു വലിയ തൊഴിൽ പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ്. കാരണം നിരവധി തൊഴിലാളികൾ ഇതിനെ ആശ്രയിച്ച് ഹോട്ടലുകളെ ആശ്രയിച്ചൊക്കെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ തൊഴിലിനെ അടക്കം ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഏതായാലും അത് പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് ഇനി കേന്ദ്ര സർക്കാർ അതിലെന്താണ് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഗാർഹിക മേഖലയിലുള്ള സിലിണ്ടറിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും വാണിജ്യ മേഖലയിലുള്ള സിലിണ്ടർ അതിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി തുടരുകയാണ്. ഇനി ചില ഭൂരിഭാഗം കടകളും ഏതാണ്ട് ബംഗളൂരിലൊക്കെ 25% ഹോട്ടലുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇനി നാളെയൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഭൂരിഭാഗം ഹോട്ടലുകളുടെ പ്രവർത്തനവും നിലയ്ക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. അതായത് ആന്റണി ജിസ്റ്റോർജ്, ഗ്രാമീണ മേഖലയിലെ ഒരു കുടുംബം ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 45 ദിവസം ആ സിലിണ്ടറും കൊണ്ട് പാചകം നടത്തിക്കൊള്ളണം എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ആ സിലിണ്ടർ തീർന്നു പോയാൽ അത് അടുത്തത് ബുക്ക് ചെയ്യുന്ന 45 ദിവസം കഴിഞ്ഞിട്ടേ ലഭിക്കുകയുള്ളൂ. അതിനിടയിൽ ഗ്യാസ് സിലിണ്ടർ തീർന്നു പോയാൽ അവർ വിറകോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗതികേട്, അല്ലേ? പലർക്കും 2 ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിനിടയിൽ ഗ്യാസ് തീർന്നു പോയാൽ സ്വാഭാവികമായും അവർ 45 ദിവസം കഴിഞ്ഞ് മാത്രമേ അവർക്ക് ബുക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ള നില തന്നെയാണ് ഉള്ളത്. സ്വാഭാവികമായും അത് നമ്മുടെ വീടുകളെ കൂടി അത് ബാധിക്കും. കാരണം ഭൂരിഭാഗം വീടുകളും ഗ്യാസിനെ ആശ്രയിച്ച് തന്നെയാണ് അവരുടെ പാചകം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം. വീടുകളിൽ വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ്. ചുരുക്കം വീടുകളിൽ ഒക്കെ മാത്രമാണ് വിറകടുപ്പുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളൂ. ഭൂരിഭാഗം വീടുകളും ഗ്യാസ് സിലിണ്ടറുകളെ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ പലരും ചിലപ്പോൾ ഈ 2 സിലിണ്ടറുകൾ എടുത്തു വെച്ചവർ നേരത്തെ ഉണ്ടാകാം. ആ 2 സിലിണ്ടറുകളും ഒരുപക്ഷെ ഒരെണ്ണം തീർന്ന് അതെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ 45 ദിവസത്തെ ഇടവേളയിൽ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇത്തരത്തിൽ ഈ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ 45 ദിവസമായി ഇത് ഉയർത്തുമ്പോൾ നമ്മുടെ വീട്ടകങ്ങളിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം 45 ദിവസം എന്ന് പറയുന്നത് വലിയ ഒരു കാലയളവാണ്. ആദ്യം അത് സാധാരണ നിലയിൽ 21 ദിവസമാണ് ഒരു ബുക്കിംഗ് കഴിഞ്ഞാൽ അടുത്ത ബുക്കിങ്ങിനുള്ള ഇടവേള എന്ന് പറയുന്നത്. ഈ ക്രൈസിസ് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ അത് 25 ദിവസമായി ഉയർത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അത് 45 ദിവസമായി ഉയർത്താനുള്ള ഒരു നീക്കത്തിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും പെട്രോളിയം മന്ത്രാലയം ആവർത്തിച്ചു പറയുന്നത് ഇതൊരു താൽക്കാലികമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം അത് വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 28% പ്രൊഡക്ഷൻ വർധനയാണ് ഈ LPG ഗാർഹിക LPGയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പെട്രോളിയം മന്ത്രാലയം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഉറപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിലത്തെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ 45 ദിവസം എന്ന കാലയളവിലേക്ക് ഉയർത്താനുള്ള കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രതിസന്ധി വരികയാണെങ്കിൽ അതിനെ തടയുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ബുക്കിങ്ങുകൾ ആളുകൾ ഈ ഒരു കുറഞ്ഞ ഇടവേളയാകുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, നമുക്ക് ചുറ്റുമൊക്കെ ഇത്തരത്തിൽ ഗാർഹിക സിലിണ്ടറുകൾ കൂട്ടമായി എടുത്തു വെച്ച് അത് മറിച്ച് വിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. കരിഞ്ചന്തയിൽ വിൽക്കുമ്പോൾ അത് സ്വാഭാവികമായും അതിന് വലിയ ഉയർന്ന വില ഇവർ ഈടാക്കും. അത് ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കാണുന്നുണ്ട്. ശരി.